ഹലോ ഫ്രണ്ട്സ്, രാവിലെ തന്നെ മഴയാണ്. മൊത്തം മഴ പെയ്ത് ഇങ്ങനെ കിടക്കുന്നൊരു അന്തരീക്ഷമാണ്. മഴ രാവിലെ തൊട്ട് പെയ്തു. 2 ദിവസമായി ഓൺ വോയിസിൽ വന്നിട്ട്. ഇപ്പം ഞാൻ വന്നത് എൻ്റെ ചാനലിൽ ഞാൻ ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പച്ചക്കറികളൊക്കെ. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് പച്ചക്കറികൾ വിളവെടുക്കാം. കണ്ടേ, ഇന്നത്തേക്ക് കറി വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പച്ചക്കറികളാണേ ഇതൊക്കെ. ഇതൊന്നിവിടെ വെക്കട്ടെ. ഇത് വെണ്ടയ്ക്ക ഉണ്ട്. ഈ വെണ്ടയ്ക്ക ചുവന്ന വെണ്ടയ്ക്ക് അത് ഒരു 3 എണ്ണം ഉണ്ട്. ഇത് 3 വെണ്ടയ്ക്ക. ഇത് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ വെണ്ടയ്ക്ക കട്ട് ചെയ്യാൻ രണ്ടും കൂടെ വലിയ പാടാണ്. കിട്ടി കണ്ട വെണ്ടയ്ക്ക, നമുക്കുള്ള വീട്ടിലെ വെണ്ടയ്ക്ക. ഒരു വെണ്ടയ്ക്ക അടുത്തേം കൂടെ ഉണ്ട് ഫ്രണ്ട്സ്. മൊത്തം 3 വെണ്ടയ്ക്കയുണ്ട്. ഇത് പച്ചക്കറിയിൽ ഇന്നത്തേക്കുള്ള ആവശ്യമായിട്ടുള്ളതൊക്കെ വെട്ടിയെടുക്കാൻ നമുക്കുള്ള അതോ അവിടെ വീണ് ഇതിനിടയിൽ വീണ്. അടുത്തൊരു വെണ്ടയ്ക്കയും കൂടെ കണ്ട. അതൊരു വെണ്ടയ്ക്കായി. പിന്നെ ഒരു കൊച്ചു വെണ്ടയ്ക്കയും കൂടെ ഉണ്ട്. നമുക്ക് കൈ കൊണ്ട് തന്നെ പൊട്ടിച്ചെടുക്കാം അല്ലേ. നമുക്ക് കൈ വെച്ച് ഞാൻ നോക്കട്ടെ പൊട്ടിക്കാൻ പറ്റുമെന്ന്. ഇത് കത്രി ഉണ്ടെങ്കിലേ പറ്റൂ പൊട്ടിക്കാൻ. ഓക്കെ ഫ്രണ്ട്സ്, അതും കിട്ടി. കണ്ട 3 വെണ്ടയ്ക്ക 3 വെണ്ടയ്ക്ക കിട്ടി. നമുക്ക് പയറുണ്ട്. പയർ, പക്ഷേ ഈ പയറൊന്നും പരുവായിട്ടില്ല ഫ്രണ്ട്സ്. ഇത് മാത്രമേ കൂട്ടത്തിൽ ഒരു നല്ല പയറുള്ളൂ. കണ്ടോ, കൂട്ടത്തിൽ കൊള്ളാവുന്നൊരു പയർ ഇതാണേ. നമുക്കിങ്ങനെ തിരിങ്ങി ഇങ്ങനെ എടുക്കാം. ആണ്ടേ കണ്ടോ, ഒരു വലിയൊരു പയർ കിട്ടി. അതാ നമുക്ക് ഇനടിയിലോട്ട് വയ്ക്കാം. ഇനി ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് ചെറുപയറുണ്ട് കേട്ടോ. ചെറുപയർ അത് നമുക്ക് കൈ വെച്ച് പൊട്ടിച്ചെടുക്കാതുണ്ട്. ചെറുപയർ കണ്ടോ, പരുവായിട്ടിരിക്കുന്ന ചെറുപയർ. നമുക്ക് പരിപ്പ് വയ്ക്കാനൊക്കെ ഉള്ള പയർ ഇത് ഉണ്ട്. ഇതൊക്കെ പരുവായി പാകമായതാണ്. ഇതെല്ലാം പാകമായതാണ്. ഞാൻ അന്ന് ഫുൾ വീഡിയോ ഇട്ടേലും ഉണ്ടായിരുന്നത്. അന്നേ ഇതങ്ങ് നിർത്തിയിരിക്കുമായിരുന്നു പരുവാവാനേ. ഉണ്ട് ഇടയിലോട്ടൊക്കെ ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഇതെല്ലാം കറക്റ്റ് പരുവായിട്ടിരിക്കുക. എൻ്റെ ഫ്രണ്ട്സ് എല്ലയുടെ മറവിലൊക്കെ പോയി. അപ്പം നമ്മൾ ചെറുപയറും കുറച്ച് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വഴുതനങ്ങയുണ്ട് ഫ്രണ്ട്സ്. അത് നമുക്ക് കട്ട് ചെയ്യാം. വഴുതനങ്ങ ഞാൻ കാണിച്ചു തരാം. വഴുതനങ്ങ നിൽക്കുന്നു ഫ്രണ്ട്സ്. വഴുതനങ്ങ ഈ ചെടിയുടെ ഇടയിൽ നിൽക്കുന്നുണ്ടോ. ഇതാണ് വഴുതനങ്ങ. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ഫ്രണ്ട്സ് നമ്മൾ കട്ട് ചെയ്യണേ. ഇത് പുതിയതായി കായ്ച്ച വഴുതനങ്ങയാണ്. ഇതടക്കുന്ന പുതിയതായി കായ്ച്ച വഴുതനങ്ങ. എൻ്റെ ഫ്രണ്ട്സ് ഇനി വേറെ വഴുതനങ്ങയുണ്ട് ചെറിയ. അത് ഒരുപാട് വിളഞ്ഞാൽ കൊള്ളത്തില്ല. വിളഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതൊന്ന് ഒരുമാതിരിയാവും. നമുക്ക് കൂട്ടാൻ വയ്ക്കാത്ത ഒരു മാതിരി പോവും എന്നുവെച്ചാൽ കൊള്ളത്തില്ല. 2 വഴുതന. ഇനി ഒരു വഴുതനങ്ങ വിലയിരിക്കുന്നു ഫ്രണ്ട്സ്. അന്ന് കഴിച്ച് പൊട്ടിച്ചാൽ കിട്ടും.
അല്ലെങ്കിൽ അതങ്ങ് താഴെ പോവും. അയ്യോ എൻ്റെ ഫ്രണ്ട് ഓക്കെ. ഇപ്പം നമുക്ക് കണ്ടോ, ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്ത നമുക്ക് പറിക്കാൻ കോവയ്ക്ക നിൽക്കുന്നു കേട്ടോ. ഇനി നമുക്ക് കോവയ്ക്ക പൊട്ടിക്കും. കോവയ്ക്ക അതായത് ഇതിനിടയിലുണ്ട് ഫ്രണ്ട്സ്. ഉണ്ട് ഇടയിൽ കോവയ്ക്ക ഒരെണ്ണം ഞാനിപ്പോൾ നിൽക്കുന്ന അതാണ്ട് കണ്ടോ, ഒരു കോവയ്ക്ക എല്ലാം കായ്ച്ച് കഴിഞ്ഞോണ്ടേ, പിന്നെ അങ്ങനെ ഇപ്പോൾ ഒന്നും കിട്ടാറില്ല. കോവയ്ക്ക കിട്ടുന്നതൊക്കെ കുറവാണ്, ഒരുപാട് കുറവാണ്. ഒരു കോവയ്ക്കേ ഉള്ളൂ ഫ്രണ്ട്സിന്. അതുകൊണ്ട് പച്ചവളം ഉണ്ട്, അതുകൂടെ പിടിക്കാം. പച്ചവളം വയ്ക്കുന്നുണ്ട്. പച്ചമുളക് കണ്ടേക്കും. എന്തൊന്ന് പച്ചവളം ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള 3 പച്ചമുളക് പറിച്ചിട്ടുണ്ട്. പച്ചമുളക്. ഇനി അപ്പുറത്തോട്ട് കോവയ്ക്ക ഉണ്ട് ഫ്രണ്ട്സ്, നമുക്ക് നോക്കാവേ. ഇതിപ്പോൾ രാവിലെ ഒരു കോവയ്ക്ക കണ്ട അവിടെ വരയ്ക്കുന്നുണ്ടോ, ഇത് ചുവന്ന് വരാം. നമുക്കിത് പൊട്ടിക്കാം. ചുവന്ന് വരും. അതെ ഫ്രണ്ട്സ്, അതെ ഇതിനിടയിൽ കോവയ്ക്ക ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. പക്ഷെ ഇവിടെ പോയാൽ എന്തോ നോക്കട്ടെ, ഒരു കോവയ്ക്ക നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു ഇതിനകത്ത്? കണ്ട് ഇതായിരിക്കുന്നു ഫ്രണ്ട്സ്. ഒരു കോവയ്ക്ക ഉണ്ടോ? കണ്ട് ഒരു കോവയ്ക്ക. അപ്പോൾ കഴിഞ്ഞ ഫ്രണ്ട്സ്, ഇന്ന് കിട്ടിയ പച്ചക്കറികൾ ഇതൊക്കെയാണ് കണ്ടോ. 3 വെണ്ടയ്ക്ക, 3 കത്തിരിക്ക, 2 വഴുതനങ്ങ, 3 പച്ചമുളക്, കുറച്ച് പയർ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വിളവെടുപ്പ് കണ്ടല്ലോ അല്ലേ. ഒരു കോവയ്ക്കയും കൂടെ ഉണ്ട്, അത് നമുക്ക് പൊട്ടിക്കാവേ. ചെറിയ ഒരു 2 കോവയ്ക്കയും കൂടെ ഉണ്ടോ. ഇതും ഇതുകൂടി കണ്ടോ. ഇതാണ് ഇന്നത്തെ പച്ചക്കറികൾ. ഇന്ന് വിളവെടുത്ത സംഭവങ്ങളാണ് ഇതെല്ലാം. നമ്മൾ വീട്ടിൽ നമ്മൾ നട്ടുപിടിപ്പിച്ച സാധനങ്ങളാണ്. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടല്ലോ, ഇതാണ്. അപ്പോൾ എല്ലാവരും കല്ലുമോള ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.